Welcome back, my dear students, on a new lecture on number theory. So, last lecture we have discussed about Fermat's little theorem. Okay, and we have established that if P is a prime, then A raised to P should be congruent to A mod P for all integers A. So, P ഒരു പ്രൈം ആണെങ്കിൽ A raised to P should be congruent to A mod P ആയിരിക്കണം ഏത് ഇൻറ്റീജർ എടുത്തെന്ന് പറഞ്ഞാൽ. So this can be used as a test for primality. അതായത് ഒരു നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ടെസ്റ്റ് ഫോർ പ്രൈമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ റിസൾട്ട് പറയുന്നത് പി പ്രൈം ആണെങ്കിൽ ദിസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. തിരിച്ച് പറയുന്നില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നമ്പർ കിട്ടിയാൽ അത് പ്രൈം ആകണമെന്ന് നിർബന്ധമില്ല. ദാറ്റ്സ് ആക്ച്വലി ദ കോൺവേഴ്സ് പാർട്ട് ഓഫ് ഫെർമാസ് തിയറം. അതിനെക്കുറിച്ച് നമ്മൾ ലേറ്റർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ബട്ട് ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ബീങ് വയലേറ്റഡ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി പ്രൈം. അപ്പം ഇത് ഒരു നമ്പർ പ്രൈം അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. So this can be used as to check, to establish a number is not prime. അപ്പം നമുക്കൊരു നമ്പർ n എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. If it particular aക്ക് a raised to n not congruent to a mod n ആണെങ്കിൽ എന്ന് പറഞ്ഞ നമ്പർ ഒരിക്കലും പ്രൈം അല്ല. കാരണം n പ്രൈം ആയിരുന്നെങ്കിൽ ഏതൊരു ഇൻറ്റീജറിനും a raised to n കോൺക്രൂവന്റ് ടു a mod n എന്ന് കിട്ടേണ്ടിയിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻറ്റീജർ എക്ക് a raised to n നോട്ട് കോൺക്രൂവന്റ് ടു a mod n എന്നാണ് കിട്ടുന്നതെങ്കിൽ we can successfully establish that number is not prime. അപ്പോൾ ഒരു നമ്പർ പ്രൈം അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദിസ് കൊറോളറി ഓഫ് ഫെർമാറ്റ്സ് little theorem can be used. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത്. എക്സാമ്പിൾ, വെരിഫൈ ദാറ്റ് 117 is not prime. 117 പ്രൈം അല്ല എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 117 പ്രൈം അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി if we are able to find some integer a such that a raised to 117 is not congruent to a mod 117 എന്ന് കിട്ടുകയാണെങ്കിൽ we have established. So the solution is, if we are able to find an integer a such that a raised to 117 not congruent to a mod 117, then 117 is not prime. കാരണം പ്രൈം ആയിരുന്നെങ്കിൽ a raised to 117 should be equal to congruent to എന്തായിരിക്കണമായിരുന്നു, a mod 117 ആയിരിക്കണമായിരുന്നു. So this is what we are going to do. നമ്മൾ അങ്ങനെ ഇൻറ്റീജർ കണ്ടുപിടിക്കും. Now choose a is equal to 2. Now 2 and 117 are relatively prime. 2-നും 117-നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 raised to 116 കോൺക്രുവന്റ് ടു 1 mod 117 എന്നെഴുതാം. Now ഇങ്ങനെ കിട്ടിയാൽ 117 is prime. കാരണം ഫെർമാസ് തിയറം അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ്. സോ it is
probably it's a prime. Okay, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ഇൻറ്റീജേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ദിസ് ഈസ് പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്നുകിൽ 2^116 അല്ലെങ്കിൽ 2^117 കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നുകിൽ ദിസ് നോട്ട് കോൺക്രൂവൻ ടു 1 മോഡ് 117 എന്ന് കിട്ടുക, അല്ലെ ദിസ് നോട്ട് കോൺക്രൂവൻ ടു 2 മോഡ് 117 എന്ന് കിട്ടുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ദാറ്റ് 117 ഈസ് നോട്ട് പ്രൈം. ഓക്കെ, ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ കീപ് ഇൻ വൺ തിങ് ഇൻ മൈൻഡ് ദാറ്റ് ഒരു പർട്ടിക്കുലർ ഇൻറ്റീജർ എക്ക് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് പ്രൈം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു ഇൻറ്റീജറിനും ഏത് ഇൻറ്റീജർ എക്കും ദിസ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻറ്റീജറിന് ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ അത് എന്തല്ലെന്ന് പറയാം, പ്രൈം അല്ലെന്ന് പറയാം. സോ ഫെർമാസ് തിയറം യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് പറയാം, ഒരു നമ്പർ പ്രൈം അല്ല എന്ന് പറയാം. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻറ്റീജറിന് a⁻n−1 നോട്ട് കോൺക്രൂവൻ ടു 1 മോഡ് n ആണെങ്കിൽ അത് പ്രൈം അല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ദീസ് ആർ 2 ways. ഇപ്പം ഞാനിവിടെ a = എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് 2 എന്നാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2^117 വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് 2^116 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നൗ 2^7 which is actually 128 which is congruent to 11 mod 117. ഓക്കെ, കാരണം 128 minus 11 is equal to 117. So which means that mod 117 എടുക്കുമ്പോൾ 128 is equal to 117 plus 11. So mod എടുക്കുമ്പോൾ 128 congruent to, this is actually 117 is a multiple of 117, so this is 0 plus 11 mod 117. അല്ലെങ്കിൽ 117നോടൊപ്പം എത്ര കൂട്ടിയാൽ 128 കിട്ടും, അതാണ്, അങ്ങനെയാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, നൗ നമുക്ക് വേണ്ടത് 2^117 ആണ്. അപ്പോൾ നമുക്ക് 117 2^7 കിട്ടി. ഇപ്പോൾ 2^117 നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ 117 is equal to 7 കൊണ്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ, സോ 117 is equal to 7 into 16 plus 5. Okay, അപ്പോൾ 2^117 is actually 2^7 times 16 plus 5, which is equal to 2^7 the whole raised to 16 times 2^5. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2^7 നമ്മുടെ കയ്യിലുണ്ട്. സോ 2^7 പകരം, so 2^117 is congruent to 2^7 the whole raised to 16 times 2^5 mod 117. This is congruent to 2^7 പകരം 11 കൊടുക്കാം, കാരണം 2^7 congruent to 11 mod 117. So 11 raised to 16 times 2^5 mod 117 എന്ന് കിട്ടി. Now 11 raised to 16 വാല്യൂ നമുക്ക് കിട്ടണം. സോ 11 raised to 16, ഓക്കെ, മോഡ് 117 വാല്യൂ നമുക്ക് കിട്ടുക, അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. ഓക്കെ, 11 സ്ക്വയർ ഈസ് ആക്ച്വലി 121. 121 is actually 117 plus 4. So this is congruent to 4 mod 117. 117 4 കൂട്ടുമ്പോഴാണ് 121 കിട്ടുന്നത്. So 11 square is actually congruent to 4 mod 117. നമുക്ക് 11 raised to 16 വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ദിസ് ബിക്കംസ് 11 square the whole raised to 8, which is actually 11 raised to 16, is actually 4 raised to 8 mod 117. Okay,
Now substitute ചെയ്യുന്നു in equation number 1. Let's call it 2 raised to 117 is congruent to 11 raised to 16 times 2 raised to 5 mod 117, which is congruent to 11 raised to 16 4 raised to 8 എന്ന് എഴുതാം. So 4 raised to 8 times 2 raised to 5 mod 117. Now 4 is actually 2 square. Okay, 2 square mod 117. അപ്പം 4ന്റെ പകരം 2 square കൊടുത്താൽ this is 2 raised to 2 square the whole raised to 8 times 2 raised to 5 mod 117. This is 2 raised to 16 plus 5 എന്ന് കിട്ടും. That is 2 raised to 21 mod 117. That is 2 raised to 117 is actually congruent to 2 raised to 21 mod 117. That's what we have obtained. So this is equation number 2. Now 2 raised to 117, which is 2 raised to 21 mod 117, which is 2 raised to 7 the whole cube. 21 in 7 the whole cube in the mod 117. Now 2 raised to 7 is actually congruent to 11 mod 117. So 2 raised to 7 പകരം 11 കൊടുക്കാം. So this is congruent to 11 raised to 3 mod 117. This is congruent to 11 square times 11 mod 117. Okay. Now 11 square നമ്മൾ ഓൾറെഡി പറഞ്ഞു is congruent to 4 mod 117. Substitute ചെയ്യുമ്പോൾ 2 raised to 117 congruent to 11 square എന്ന് പകരം 4 എന്ന് കൊടുക്കാം. So 4 into 11 mod 117. This implies 2 raised to 117 congruent to 11 into 4 is 44. 44 mod 117. നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 2 raised to 117 congruent to 2 mod 117 എന്ന് കിട്ടിയിരുന്നെങ്കിലാണ് 117 പ്രൈം ആകാൻ സാധ്യത. Here 2 raised to 117 is actually congruent to 44 mod 117, which is not congruent to what? 2 mod 117. That is 2 raised to 117 not congruent to 2 mod 117. So നമുക്ക് ഒരു ഇൻറ്റീജർ 2 എന്ന് പറഞ്ഞ ഇൻറ്റീജർ എടുത്തപ്പോൾ 2 raised to 117 not congruent to 117 എന്ന് കിട്ടി. That is 117 is not prime. So ഒരു നമ്പർ പ്രൈം അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി we can use this theorem. Okay. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻറ്റീജർ എക്ക് a raised to n not congruent to a mod n ആണെങ്കിൽ we can say that n is not actually prime. Okay, let's move on to the next thing. So next question. Prove that every square number is of the form five n or 5n plus 1. 5n plus or minus 1. So the question is നമ്മൾ ഏതൊരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താലും ആ സ്ക്വയർ ഒന്നുകിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 അല്ലെങ്കിൽ മൈനസ് 1 എന്ന ഫോമാറ്റിൽ വരും. So the proof or the solution is let n be an arbitrary number. ഏതൊരു നമ്പറാണ് n. അങ്ങനെയാണെങ്കിൽ either 5 divides n or 5 does not divides n. Okay. 5 divides n ആണെങ്കിൽ, if 5 divides n ആണെങ്കിൽ, meaning GCD of 5 and n not equal to 1. കാരണം 5
5നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ GCD മിനിമം 5 ആണ്. ആൻഡ് if 5 does not divide n, then clearly GCD of 5 and n is equal to 1. കാരണം 5നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ 1ഉം 5ഉം ആണ്. സോ 5 ഇതിനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ട് പിന്നെ കാണാൻ സാധ്യതയുള്ള ഒരേ ഒരു ഫാക്ടർ 1 മാത്രമാണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എടുക്കുന്നു. കേസ് 1, 5 divides n. സോ 5 divides n ആണെങ്കിൽ n is equal to actually 5 into some k എന്ന് എഴുതാൻ പറ്റും. n 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ n സ്ക്വയർ ഈസ് അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 5. ഓക്കെ, 5t എന്ന് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് ഫോമായി. അപ്പോൾ നമ്മുടെ നമ്പർ n 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ n-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ n സ്ക്വയർ ഈസ് ഓഫ് ദ ഫോം 5 into n or 5 into n or 5 into t. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ. അടുത്ത കേസ് എടുക്കുക, കേസ് 2. 5 does not divide n. അങ്ങനെയാണെങ്കിൽ GCD of 5 and n is equal to 1. And 5 is a prime number. Okay, so use Fermat's theorem. So by Fermat's little theorem, so ഇവിടെ Fermat's little theoremത്തിന്റെ അകത്ത് a is equal to capital എന്നാണ്, p is equal to 5 ആണ്. So a raised to p minus 1 congruent to 1 mod p, which implies a raised to p minus 1, 5 minus 1, which is 4, congruent to 1 mod 5. Or this is a is equal to n ആണ്, n raised to 4 congruent to 1 mod 5. Or n raised to 4 minus 1 congruent to 0 mod 5. That is 5 divides n raised to 4 minus 1. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി n raised to 4 minus 1-നെ നമുക്ക് n സ്ക്വയർ മൈനസ് 1 ടൈംസ് n സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എക്ക് പകരം n സ്ക്വയർ, ബിക്ക് പകരം 1. That is n square minus 1 congruent to 0 mod 5 implies n square minus 1 times n square plus 1 congruent to 0 mod 5. So 5 ഇതിൻ്റെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ 5 പ്രൈം നമ്പറൂടെ ആയതുകൊണ്ട് 5 ഷുഡ് ഡിവൈഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. സോ ദിസ് ഇംപ്ലൈസ് 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് either n square minus 1 congruent to 0 mod 5 or n square plus 1 congruent to 0 mod 5. ഒന്നുകിൽ 5 divides n square minus 1 അല്ലെങ്കിൽ 5 divides n square plus 1. Okay, so this implies n square is congruent to 1 mod 5, or this implies n square is congruent to minus 1 mod 5. Okay, so ഇതിൽ നിന്ന് എഴുതാൻ പറ്റും n square congruent to 1 mod 5 എന്ന് വെച്ചാൽ n സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് 1. So this implies n square is 5ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്നുള്ള ഫോമാറ്റിലാണ് ഫസ്റ്റ് കേസിൽ. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. So this implies, second case implies n square is 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ മൈനസ് 1 ആണ്. സോ 5n 5ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 അല്ല മൈനസ് 1 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ വിച്ച് ഇസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. ഏതൊരു നമ്പർ എടുത്താലും ഐദർ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ഓർ ഇറ്റ്സ് ഓഫ് ദ ഫോം മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് 1 മൾട്ടിപ്പിൾ ഓഫ് 5 മൈനസ് 1. ഈ 3 ഫോമിലേ വരാവൂ എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ 2 കേസായിട്ട് എടുത്തു. ഒന്നുകിൽ 5 ഡിവൈഡ്സ് n, നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് 5 എന്നിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഇനി 5 എന്നിനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ വി യൂസ് ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് ചെയ്തപ്പോൾ ഐദർ n സ്ക്വയർ കോൺക്രൂവന്റ് ടു
1 mod 5 or n square concave to minus 1 mod 5 എന്ന് കിട്ടി, which implies n square is equal to either 5n plus 1 or 5n minus 1. So we have proved it.